യെസ് മക്കളെ, ചാപ്റ്റർ 2 ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ആൾജിബ്രയുടെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ പാർട്ട് മാത്രം പെട്ടെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? റെഡി അല്ലേ? യെസ്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്നുള്ള പാർട്ടിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് മക്കളെ? നമ്പർ സിസ്റ്റം പഠിക്കാണ്ട്, നമ്പർ കൺവേർഷൻ പഠിക്കാണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് ആൻഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടർ. റെഡി അല്ലേ? യെസ്, എന്താണ് നമ്പർ സിസ്റ്റം? ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട് അല്ലേ? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 നമ്പേഴ്സ് ഉണ്ട്, ബൈനറിയിലാണെങ്കിൽ 2 നമ്പേഴ്സ് ആണ്, ഒക്ടലിൽ 8 ആണ്, ഹെക്സാഡെസിമൽ 16 ആണ്. ഇതിന് പറയുന്ന നമ്പറാണ് ബേസ് ഓർ റാഡിക്സ് എന്ന് പറയും. നോട്ട് ചെയ്തിട്ട് മക്കളെ, ബേസ് ഓർ റാഡിക്സ്. 12 കൺവേർഷൻസ് ഉണ്ട് അല്ലേ? ഏതൊക്കെ 12 കൺവേർഷൻസ്? ഡെസിമൽ, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ഡെസിമൽ ടു ബൈനറി, ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ. 6 കൺവേർഷൻ. തുടർന്ന് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, ഒക്ടൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ബൈനറി. റെഡി അല്ലേ? 4 പേര്. പിന്നെ ഏതാള്? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ അല്ലേ? ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ 2. അങ്ങനെ ടോട്ടൽ 12 കൺവേർഷൻസ്. പ്രോബ്ലംസ് ചെയ്യാം. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ് 3 റെപ്രസെൻറ്റേഷൻ ഉണ്ട്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, 1's കോംപ്ലിമെന്റ്, 2's കോംപ്ലിമെന്റ്. തുടങ്ങല്ലേ? ലാസ്റ്റ് വൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് 4 റെപ്രസെൻറ്റേഷൻ. ആസ്കി, ഇസ്കി അല്ലെ, എബ്സിഡിക്, യൂണിക്കോഡ്സ്. സെറ്റ് അല്ലേ? തുടങ്ങാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് ഡിജിറ്റ്, നോട്ട് ചെയ്യണ്ടേ, ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ. നമുക്കറിയാം 10110. ഈ ഇതിലെ ഓരോ ഡിജിറ്റിനും പറയുന്ന പേരെന്താടാ? ബിറ്റ്. റെഡി അല്ലേ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സിംബൽസ്. കണ്ട, ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിനെ പറയുന്ന പേരെന്താ? ഇതാടാ ബേസ് ഓർ റാഡിക്സ്. അപ്പൊ ഇവിടെ എന്താ ഇതാണ് മക്കളെ? ബേസ് ഓർ റാഡിക്സ്. സെറ്റ് അല്ലേ? 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. Then third one, which of the following is the largest 2-digit hexadecimal number? പഠിക്കേണ്ടത് നമുക്കറിയാം 2-digit നമ്പറിലെ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ഏറ്റവും വലുത് 99 ആണ്, 99 ആണ്. ബൈനറി ആണെങ്കിൽ ഏറ്റവും വലുത് 11 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ഏറ്റവും വലുത് 77 ആണ്. ഹെക്സാഡെസിമലിലെ ഏറ്റവും വലിയ നമ്പർ എന്താടാ? എഫ് അല്ലേ? അപ്പൊ എഫ് ആവുമ്പം ഏറ്റവും ബിഗസ്റ്റ് നമ്പർ ഏതാ? എഫ് ഓഫ്. ക്ലിയർ അല്ലേ? യെസ്. നമ്പർ കൺവേർഷൻസ് 12 കൺവേർഷൻസ് ഉണ്ട്. നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ? ഇതിതാ ബൈനറി ആണ്. ബൈനറിയിൽ നിന്നും എന്തിലേക്കാണ് പോകേണ്ടത്? ഒക്ടലിലേക്കാണ്. 2-ൽ നിന്നും 8-ലേക്ക് പോകണമെങ്കിൽ ചെയ്യേണ്ട പണി സിമ്പിൾ പണി. 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കുക. തന്ന സാധനത്തിനെ 3 ബിറ്റ് ഗ്രൂപ്പ് ആക്കി മാറ്റുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഏതാ തന്നെ? 11011. പിന്നെ ഏതാടാ മക്കളെ? അല്ലെ? 1011. ക്ലിയർ അല്ലേ? 3 അല്ലേ? യെസ്. ഡോട്ട് 110 then 11. ഇതിനെ 3 ഗ്രൂപ്പ് ചെയ്യും. ഇത് അവിടെ 3 ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റോട്ടും റൈറ്റ് സൈഡിലേക്കാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തു. അതേപോലെ ഇവിടെയും ഗ്രൂപ്പ് ചെയ്തു. എക്സ്ട്രാ ഒരു 0 ആഡ് ചെയ്തു. ഇതാരാള്? യെസ്. 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. 111 111 എന്ന് പറഞ്ഞാൽ 7 ആണ്. 011 എന്ന് പറഞ്ഞാൽ 3 ആണ്. പോയിന്റ് 110 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ? ഇതേപോലെ 1106 അല്ലെ? എന്താ പറയാ? 6. So the final answer is 673.66. സെറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ 128 ഡെസിമൽ വാല്യൂ ആണ്. ഡെസിമലിനെ എന്തിലേക്കാണ് മാറ്റേണ്ടത്? ഒക്ടലിലേക്കാണ്. ചെയ്യേണ്ട ടാസ്ക് സിമ്പിൾ. ഡെസിമൽ നമ്പറിന്റെ 128.25 നിന്നും 128 മാത്രം എടുക്കുക. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 128-ൽ എത്ര 8 ഉണ്ട് അവിടെ? ജസ്റ്റ് 1 then 48 പറയുമ്പം 6 into 8 48 ആണ്. അപ്പൊ കറക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൽ റിമൈൻഡർ ഇല്ല. സോ 0 നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? then 16 divided by 8 we get 2, remainder is 0. again 2 divided by 8 we get 0, remainder is 2. താഴത്തുനിന്ന് മുകളിലോട്ട് ചെയ്താ നോട്ട് ചെയ്യണ്ടേ? ഈ താഴെയുള്ള സാധനത്തിന് പറയുന്ന പേരാണ് MSB. ഏറ്റവും ടോപ്പിലുള്ള ഇതിനെ പറഞ്ഞ പേരാണ് LSB, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. 0.25 ഇൻറ്റു 8 എടുക്കാം. എത്ര വരികടാ? 2.0. അതിലുള്ള ഇൻറ്റിജർ പാർട്ട് ഏതാ? 2 ആണ്. അപ്പോൾ സോ ദ ഫൈനൽ ആൻസർ ഈസ് 2 അല്ലേ? ഇത് മുകളിൽ നിന്ന് താഴോട്ട് എഴുതാം.
So the answer is 200.2. This is the answer. Clear? Yes, representation of -2 integers ആണ് 2's complement representation ചോദിക്കും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് മക്കളെ, എൻ്റെ സ്ലൈഡ്, എൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ കൺവേർഷൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് 2's complement. എന്താണ് 2's complement? 2's complement ചോദിക്കാൻ കാരണം 1's complement കാണാൻ അറിയണം. 1's complement അറിയണമെങ്കിൽ കുട്ടി ബൈനറി അറിയണം. അപ്പോൾ എന്താ ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ് ബൈനറി ഫൈൻഡ് ചെയ്യണം. ബൈനറി ഓഫ് 38 ഫൈൻഡ് ചെയ്യുക. ബൈനറി ഓഫ് 38 എങ്ങനെ ഫൈൻഡ് ചെയ്യുക? യെസ്, 1 2 4 8 16 32. സോ ദ ആൻസർ ഈസ് അല്ലേ 32 പ്ലസ് 6 ആണ്. 4 പ്ലസ് 2 ദ ആൻസർ ഈസ് 100110. ക്ലിയർ? അതിൽ 2 zeros എക്സ്ട്രാ ക്യാറ്റ് ചെയ്യുക. എന്തുകൊണ്ട്? 8-bit ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്താ? 1's complement കാണണം. 1's complement ഓഫ് -38 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ് ഓൾ 0 by 1 and 1 by 0. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 110 11001. ജസ്റ്റ് ആഡ് 1 to 1's complement. അപ്പോൾ എന്താ ആൻസർ കിട്ടടാ? 2's complement എങ്ങനെ കാണാം? യെസ്, 110 11001 പ്ലസ് 1 1 പ്ലസ് 1 എന്താടാ വരിക? 10 ആണ്. സോ 0 ആഡ് ചെയ്യുക, ക്യാരി 1. ആ ക്യാരിയും 1ഉം ആ 1ഉം 0 ആഡ് ചെയ്താൽ 1 0 1 1 0 1 1. ദാറ്റ്സ് ഓൾ. 2's complement ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ചോദിച്ചാൽ ചെയ്യേണ്ട പണി 45ൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യുക. ബൈനറി ഓഫ് 45 ഫൈൻഡ് ചെയ്യുക. എന്താ 45ൻ്റെ ബൈനറി? 1 2 4 8 16 32. അപ്പോൾ 32 പ്ലസ് 8 പ്ലസ് 40 44 പ്ലസ് 1 45. ബാക്കിയൊക്കെ 0 ഇടാം. ഇതാ 101101 6 ബിറ്റ് ആണ്. സ്റ്റാൻഡേർഡ് 8 ബിറ്റ് ആണ്. എക്സ്ട്രാ 2 1 ഇടാം, 2 0 ഇടാം. ക്ലിയർ അല്ലേ? യെസ്, ഇതിൽ ഈ ഫസ്റ്റ് ബിറ്റിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ്. ആ സൈൻ ബിറ്റ് 0 ആണെങ്കിൽ പോസിറ്റീവ്, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇത് ഏത് നമ്പറാണ്? പോസിറ്റീവ് നമ്പറാണ്. സോ ദ ആൻസർ ഈസ് 00101101. ദിസ് ഈസ് സൈൻ ബിറ്റ്. മറിച്ച് -45 കാണാൻ ചോദിച്ചാൽ ജസ്റ്റ് ഈ ബിറ്റിനെ 1 ആക്കുക, ബാക്കിയൊക്കെ അതേപോലെ ഇതാം. യെസ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, എക്സ്പാൻഡ് ആസ്കി. ലാസ്റ്റ് പാർട്ടിലേക്കാണ്. ആസ്കി അമേരിക്കൻ ഫുൾ ഫോം ആണ്. അമേരിക്കൻ ഫുൾ ഫോം എന്താടാ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. ആരടാ? ആസ്കി. ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, പിക്ക് ഓഡ് വൺ ഔട്ട്. ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്. എന്താണ് പിക്ക് ഓഡ് വൺ ഔട്ട്? ആൻസർ ഈസ് യൂണിക്കോഡ് ആണ്. എന്താണ് റീസൺ? ചോദിക്കുന്നത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടർ ചോദ്യമാണ്. അതേപോലെ ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ് ഏതെങ്കിലും ഒന്നും തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോം ചോദ്യമാണ്. മൂന്നാമത്തെ പിക്ക് ഓഡ് വൺ ഔട്ട് ആണ്. അതറിയണമെങ്കിൽ എത്ര ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അറിയണം. ആസ്കി 8 ബിറ്റ് ആണ്, ഇസ്കി 8 ബിറ്റ് ആണ്, എബ്സിഡിക് 8 ബിറ്റ് ആണ്, യൂണിക്കോഡ് ഈസ് 16 ബിറ്റ് ആണ്. സോ ദ ആൻസർ ഈസ് 16 ബിറ്റ് യൂസ് ചെയ്യുന്നത് യൂണിക്കോഡ് ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് എന്താടാ? ഫൈനൽ ആൻസർ യൂണിക്കോഡ്. ഫുൾ ഫോം ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, ഇസ്കി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്, എബ്സിഡിക് എക്സ്റ്റൻഡഡ് ബൈനറി കോഡഡ് ഇൻ ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ കോഡ്. ക്ലിയർ അല്ലേ? ഒരൊറ്റ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാർട്ടേ കഴിഞ്ഞു. ബൈനറി അഡീഷൻ. ഏതെങ്കിലും ഒരു നമ്പർ തരും. ഏതെങ്കിലും നമ്പർ തന്ന് 10110101 പ്ലസ് 110101 രണ്ടും കൂടി ആഡ് ചെയ്യാൻ ചോദിച്ചാൽ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം 1 + 1 10 ആണ്. 3 1 വന്നാൽ എന്താ ചെയ്യുക? +1 3. ഇതിന് ആൻസർ 3 ആണ്. 3 എന്ന് പറയുമ്പോൾ 1 ക്യാരി 1. ഈ രീതിയിൽ പഠിച്ചു പോയാൽ മതി. 1 + 1 0 ആണ്, ക്യാരി 1. 1 0 1 + 0 + 0 1 ആണ്. 1 + 1 0 ക്യാരി 1. 1 + 1 0 ക്യാരി 1. 1 + 1 0 ക്യാരി 1. 3 1 വന്നു. 3 1 വന്നാൽ എന്താ ആൻസർ ഇടാ? 1 1 ആണ്. സോ 1 1 വേട. 1 + 1 0 ആണ്, ക്യാരി 1. 1 + 1 0 ആണ്, ക്യാരി 1. യെസ്, ദിസ് ഈസ് ദ ആൻസർ. ഇത് പല രീതിയിൽ ചോദ്യം വരാറുണ്ട്. പല രീതിയിൽ ചോദ്യം വരും. ഹെക്സാഡെസിമൽ തന്നിട്ട് അതിനെ ബൈനറി ആയിട്ട് അഡീഷൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ അങ്ങനത്തെ രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത് ഒരു 45 +
36 ഇങ്ങനെയൊക്കെ നമ്പർ തരും. സാധാ രീതിയിൽ ഡെസിമൽ തന്നിട്ട് ഇതിനെ ബൈനറിയിലിട്ട് ആഡ് ചെയ്യാൻ ചോദിച്ചാൽ ഇതിൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യുക, ഇതിൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യുക, അതേപോലെ 36ൻ്റെ ബൈനറി ഫൈൻഡ് ചെയ്യുക, രണ്ടും കൂടി ബൈനറി ഫൈൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഒരു 45 ഇതേ ക്വസ്റ്റ്യൻ 45 ഒക്ടൽ നമ്പറാണ്. യെസ് 36ഉം ഇതേപോലെ ഒക്ടൽ നമ്പർ ആണെങ്കിൽ 36ഉം ഒക്ടൽ നമ്പർ ആണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഈ രണ്ടെണ്ണത്തിന് ബൈനറിയിലേക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ ബൈനറി എന്താടാ 100, 5ൻ്റെ ബൈനറി എന്താ 101 പ്ലസ് 3ൻ്റെ ബൈനറി എന്താ 011, 6ൻ്റെ ബൈനറി എന്താ 110. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. തീർന്നു. ഇത്രേ ഉള്ളൂ. 1 + 0 1 ആണ്, 0 + 1 1 ആണ്, 1 + 1 0 ആണ്, ക്യാരി 1, 1 + 1 0 ആണ്, ക്യാരി 1, അതേപോലെ 1 + 1 0, ക്യാരി 1. ദാറ്റ്സ് ഓൾ. അപ്പോൾ മൈൻഡിൽ കയറേണ്ടത് ഒക്ടലിനോ വേറെ ഏത് കൺവെർഷൻ വന്നാലും ചെയ്യേണ്ട ടാസ്ക് ഇതുള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. ഇനി നമുക്ക് എന്ത് കാണാം? ലൈവിൽ കാണാം. അടിപൊളിയാക്കിയിട്ട് നമുക്ക് ലൈവിൽ ഇന്നത്തെ ഈവനിങ്ങിൽ കാണാം. സെറ്റല്ലേ? എല്ലാ ഫ്രണ്ട്സിനും കൂടി വാ, അടിപൊളിയൊക്കെ നമുക്ക് സെറ്റാക്കാം. ബാക്കി ഓരോ ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് തകർക്കണം, ഫുൾ മാർക്ക് നേടണം. റെഡി അല്ലേ?